അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വന്നിരിക്കുന്നത് എന്നാത്തിനാണെന്നറിയോ? നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ. ക്രിസ്മസിന് വേണ്ടി നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണേ. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു തീമിൽ ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പലപ്പോഴായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ വീടിന് 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ബെഡ്റൂമിലും കിങ് സൈസിലുള്ള ബെഡാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബെഡ്ഷീറ്റുകളും പിന്നെ ഡൈനിങ് ടേബിള്, ചെറിയ ടേബിള്, ടീപ്പോയ്, ഇങ്ങനെയുള്ള പിന്നെ ടേബിൾ മാറ്റ്, കിച്ചണിൽ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിന് വേണ്ടുന്ന ക്ലോത്തുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വേണ്ടി ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ്. ഇത് കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ്. അത്യാവശ്യം നല്ല വീതിയും നീളവും ഉള്ള ഇങ്ങനെ 2, അതായത് ക്രിസ്മസ് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു തീമിൽ റെഡ്, വൈറ്റ്, ഗ്രീന് കളറിൽ ഉള്ള കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന് പില്ലോ കവറും ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ക്ലോത്ത് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ. അടുത്ത മുറിയിലേക്ക് വേണ്ട കിങ് സൈസിലുള്ള ബെഡ്ഷീറ്റാണ് ഇത് ഗ്രീനും വൈറ്റും കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് 2 പില്ലോ കവറും ഉണ്ട്. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇടാൻ വേണ്ടിയുള്ള ക്ലോത്ത്. ഇത് ക്ലോത്ത് വാങ്ങിച്ച് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് ഓൾറെഡി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഷോർട്ട് വീഡിയോയിൽ നമ്മുടെ ചാനലിലെ ഷോർട്ട് വീഡിയോയിൽ ഇത് ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം ഇത് ഞാൻ 2 മീറ്റർ ക്ലോത്ത് വാങ്ങിച്ചിട്ട് അതിൽ ഡിസൈനുകളിലായിട്ട് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ക്ലോത്ത് ഇട്ടതിന് ശേഷം ഇതിന് മുകളിലൂടെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോത്തിലൊന്നും ഫുഡൊന്നും വരാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വാങ്ങിയ ഐറ്റമാണ് കേട്ടോ. ഇത് 4 ടേബിൾ മാറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ നല്ല മെഷീൻ വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് ഇത്. 4 എണ്ണം ഇതിലിങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ഒരെണ്ണം യെല്ലോ ആൻഡ് വൈറ്റ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡുമാണ്. ഒന്ന് ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ്. ഹാൻഡ് വാഷിംഗ് ഏരിയയുടെ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടർക്കിയാണിത്. ഇതിന് ഇങ്ങനൊരു ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാവുന്ന രീതിയിലുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു ടേബിൾ റണ്ണറാണ്. മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ടേബിൾ റണ്ണറാണ്. ഇങ്ങനെ തന്നെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതല്ല, വാങ്ങിച്ചതാണ്. ടേബിൾ റണ്ണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സെറ്റിയിൽ കുഷ്യൻ കവറാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ബിറ്റ് ക്ലോത്തുകളുണ്ടല്ലോ. ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് തീം വരുന്ന രീതിയിലുള്ള ബിറ്റ് ക്ലോത്തുകൾ കിട്ടും. അപ്പം അത് വെച്ച് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. 16 x 16 ഇഞ്ചിലാണ് ഈ ക്ലോത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇത് ഇങ്ങനെ പാപ്പായുടെ പടം വരുന്നതും ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ടുള്ള തീം വരുന്ന രീതിയിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള തീം വരുന്ന രീതിയിലുള്ള ക്ലോത്തുകളാണ് ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 5 എക്സ്ട്രാ. ഇത് സ്റ്റാർസിൻ്റെ പ്രിൻ്റ് വരുന്നത്. ഇനി ഇത് ഞാൻ ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ബിറ്റ് ക്ലോത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻ്റുകൾ വരുന്ന ഒരുപാട് കളക്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്.
നേരത്തേക്ക് നമ്മൾ ഈ ചാനലുകളിൽ മാത്രമായിരുന്നു ഇങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് നമ്മളുടെ നിയർ ഷോപ്പുകളിലൊക്കെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലോത്തുകൾ നമുക്ക് കിട്ടും. ഒരു ചെറിയ ടീപോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും ഐറ്റംസ് നമുക്ക് ക്രിസ്മസിനോട് റിലേറ്റ് ചെയ്ത് ഹാൾ ഡെക്കറേഷനായി, ബെഡ്റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ളതായി. ഇനിയും പ്രധാനപ്പെട്ടത് നമ്മുടെ കിച്ചണല്ലേ, ആ കിച്ചണ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടവലുകളാണിത്. ഇതിങ്ങനെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തീമുകൾ വരുന്ന രീതിയിലുള്ള കിച്ചൺ ടവൽസ് ആണ് ഇതൊക്കെ നമ്മൾ ഈ ബിറ്റ് തുണികൾ കിട്ടുന്നതനുസരിച്ച് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമാണ്. പിന്നെ ഇത് റെഡിമെയ്ഡായിട്ട് തന്നെ നമ്മൾ വാങ്ങിച്ചിരുന്നതാണ്. ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷന് വേണ്ടുന്ന ക്ലോത്ത് ഐറ്റംസ്. ഈ ലൈറ്റ്സ്, സ്റ്റാർ ഇതൊക്കെ വേറെയാണ്. ഇത് ക്ലോത്ത് ഐറ്റംസ് മാത്രമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.